ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു നൊത്തോലി മീൻ പീര തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. മീൻ പീര അതിനായിട്ട് നമ്മൾ കുറച്ച് നൊത്തോലി മീൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങ തിരുമ്മിയത്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, മുളക് ചതച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കാന്താരി മുളക്. അപ്പോൾ ഇത്രയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ കുറച്ച് കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ, അതായത് മൺപാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇടുകയാണ്. ഒന്ന് തേങ്ങ ഇട്ട് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട്, എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതിന് നമ്മൾ കുറച്ച് തിരുമ്മി റെഡിയാക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ നമ്മൾ പുളിവെള്ളം ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണേ. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമ്മി റെഡിയാക്കി മീൻ പീരയ്ക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നൊത്തോലി മീൻ അതിനകത്ത് ചേർക്കുകയാണേ. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് വെച്ച് നമ്മൾ തീ കത്തിച്ചു. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സാധനം ഇത് നമ്മളൊന്ന് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 4-5 മിനിറ്റ് ഇത്രയും മതിയാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് കണക്ക് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അന്നേരം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി വെക്കാനുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് ഉടനായിട്ടുള്ള സ്പൂണുണ്ടെങ്കിൽ അതായിരിക്കുന്ന ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുക ചെറുതായിട്ട്, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു വന്നിട്ട് സാധ്യതയുണ്ട്. ഒരു കാരണവശാലും വെറുതെയായിട്ട് ഇളക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയ വെള്ളം നിൽക്കുന്ന കണക്കിൽ ഇതിനെ ഒന്ന് അടപ്പ് തുറന്ന് വെച്ചിട്ട് തന്നെ പിന്നെ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ലോ ഫ്ലെയിം ആയാൽ മതിയാവും. എന്നിട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി, നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതിയാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.